അപ്പോൾ നമ്മളിങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ വൈകുന്നേരം വരെ ഫുഡ് ആവശ്യത്തിന് ഫോയിൽ പേപ്പറിൻ്റെ അകത്ത് പാക്ക് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇലയൊന്നും കിട്ടത്തില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫോയിൽ പേപ്പറിലാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊളിച്ചുകൊണ്ടുവന്നവരൊക്കെ ഇരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ മടക്കിയെടുക്കുകയാണ്. ഇങ്ങനെ പൊതിഞ്ഞെടുത്തോണ്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ വെച്ചേക്കും. എന്നിട്ട് ഇതൊരു കവറിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇത് 2 പേർക്കുള്ളതാണ്, എനിക്കും ചേച്ചിക്കുള്ള ഫുഡാണ്. ഇങ്ങനെ പാക്കിൻ്റെ അകത്ത് ആക്കി കിട്ടിയത്. ഇത് ഇവിടെ കടകളിൽ പച്ചക്കറി വാങ്ങാനാണെങ്കിലും സാധനം വാങ്ങാനും നമുക്ക് ഇങ്ങനത്തെ ഒരു പേപ്പർ കാണും. ഇത് പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് അല്ലാതെ വാങ്ങിയതാണ്. ഇങ്ങനെ റോളായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പം അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ കടയിൽ എല്ലാ കടയിലും നമ്മൾ സാധനം വാങ്ങുമ്പോഴും ഇതേപോലത്തെ പേപ്പറാണ് ഒരു കവറുകൾ കിട്ടും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പേപ്പറിൻ്റെ അകത്തൊക്കെ പൊതിഞ്ഞ് തരുന്ന പോലെ ഇവിടെ ഇങ്ങനെ കവറിൻ്റെ അകത്ത് നമ്മൾ തന്നെ പാക്ക്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മളൊന്നും കഴിച്ചില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ക്യാൻറ്റീനിൽ പോവുകയാണ്. അവിടെ ഇരുന്നായിരിക്കും ഫുഡ് കഴിക്കുക. ഇവിടെ മിക്കവർക്കും 12 മണി വരെയൊക്കെ ആയിരിക്കും യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സിന് വർക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് പോളിക്ലിനിക്കിലോ വേറെ ഹോസ്പിറ്റലുകളൊക്കെ ആയിരിക്കും വർക്കിന് പോവുക. നമുക്ക് ഇവിടെ ഇത് യൂണിവേഴ്സിറ്റി മാത്രമാണ് ഇവിടെ ഒരു പോളിക്ലിനിക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം വേറെ ഹോസ്പിറ്റലിൽ വേറെ സ്ഥലങ്ങളാണ്. വേറെ സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരമൊന്നുമില്ല, ഇച്ചിരി ദൂരത്ത് അടുത്ത സ്റ്റോപ്പിലടുത്ത് ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ ഇവർ രാവിലെ ഇവിടെ പഠിപ്പിച്ചിട്ട് ചിലപ്പോൾ ഇവിടുത്തെ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഹോസ്പിറ്റലിൽ അവർ വർക്കിന് പോകും. ചിലപ്പോൾ ഇവിടെ തന്നെ നിൽക്കും. ബാഗ് തുറന്ന് നടക്കുക. അപ്പോൾ അവരങ്ങനെ വർക്കിന് പോകും. ചിലരാണെങ്കിൽ രാവിലെ ഹോസ്പിറ്റലിൽ വർക്കിന് പോയതിന് ശേഷം ടീച്ചേഴ്സ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ വരുന്നവരുണ്ട്. ആക്ച്വലി ഒരു ബിസി ലൈഫാണ് അവർക്കുള്ളത്. അത് ഇത് ഇവിടെ നമ്മൾ ഫ്ലൂറോഗ്രഫി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. വേറെ വലിയ ആൾക്കാർ ഫ്ലൂറോഗ്രഫിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മളുടെ ക്യാൻറ്റീൻ. ചേച്ചി ടാപ്പ് ചെയ്തിട്ട് എല്ലായിടത്തും ടാപ്പിങ് തന്നെയാണ്. എവിടെയെങ്കിലും പോയിരിക്കണം. നിങ്ങളെന്തോ ഇവരിവിടെ ഇരിക്കുമല്ലേ? അപ്പം ഞാൻ എവിടെ ഇരിക്കണം? ഓക്കെ.
ഇപ്പം എന്താ ചെയ്യണ്ടേ? റെഡ് കളർ സാധനം കൊണ്ടുവന്നോ? റെഡ് കളർ സാധനം. നമ്മളൊരു കോഫി വാങ്ങാൻ പോവാണ്. പിന്നെ ഇവിടെ ക്യൂ ഇല്ല. സാധാരണ ക്യൂ ഉണ്ട്. ക്യൂ ഉണ്ടെങ്കിൽ ക്യൂ നിന്നിട്ട് വേണം കോഫി വാങ്ങാൻ വേണ്ടിയിട്ട്. ക്യൂ ഇല്ല. ചെറിയൊരെണ്ണം വാങ്ങിച്ചേ. കോഫിക്ക് നല്ല റേറ്റാണ്. കുറഞ്ഞ 100 രൂപയുടെ. അപ്പോൾ നമ്മളൊരു 100 രൂപയുടെ വില വാങ്ങി. ചേച്ചി ഓർഡർ ചെയ്തു. ചെറിയ കപ്പിൻ്റെയാണ് വാങ്ങിയത്. ചെറിയ കപ്പ്. പഞ്ചസാര വേണമെന്ന് പറഞ്ഞപ്പോൾ 2 പഞ്ചസാര കൊടുത്താണ്. പഞ്ചസാരയ്ക്ക് വിലയാണ്. ഒരു പഞ്ചസാരയ്ക്ക് 5 രൂപയാണ്. പൈസ പേ ചെയ്തതിന് ശേഷം കോഫി ഒന്ന് എടുക്കണം. ചേച്ചി പൈസ പേ ചെയ്യാൻ പോവാണ്. നമ്മളെന്തുകൂടെ എടുക്കണം. 300 ആയിരുന്നു. 300 ml. കാശി വരെയാണ്. അമ്മച്ച് വന്നിട്ട് ചെയ്ത് തന്നിട്ട് പോയി. മുന്നേ ഞെക്കിട്ടൊന്നും വന്നില്ല. എനിക്ക് ഞെക്കുമായിരുന്നു. ഞെക്കില്ല. കുറേ പേരാണ്. ആദ്യം പാല് വരുന്നു. കാപ്പി വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന പല ഫുഡുകളുണ്ട് കേട്ടോ. 48 രൂപ, 45 രൂപ, 20. പക്ഷെ നമ്മൾ വെളിയിൽ നിന്നൊന്നും കഴിക്കത്തില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജ്യൂസുണ്ട് 49 രൂപയ്ക്ക്. എനിക്ക് പനിയായതുകൊണ്ട് തൊട്ട് അല്ല നമ്മൾ വെളിയിൽ നിന്ന് ജ്യൂസ് വാങ്ങി കഴിക്കില്ല കേട്ടോ. നമ്മളൊരു പാത്രം എടുത്ത് നമ്മുടെ സീറ്റിൽ ആൾക്കാർ വന്നിരിക്കുന്നു. ഇതെന്തോന്ന്? നമ്മുടെ സീറ്റ് കണ്ടില്ലേ അവർ? കോഫി എടുപ്പിച്ച് പഞ്ചസാര ഇടുന്നു. പാക്ക് ചെയ്ത് വെച്ചേക്കുവാന്ന് പറഞ്ഞില്ല. നമ്മൾ പാക്ക് ചെയ്ത് പൊട്ടിച്ചെടുക്കാം. ഇതിന് വേണ്ട നമ്മൾ ആ ഇങ്ങനെ കഴിക്കുന്നത് വളരെ രസമുള്ള ഒരു കാര്യമാണ്. ചേച്ചിട്ട് ഇതിൽ ഇച്ചിരി കുറേയുണ്ട്. ഇച്ചിരി ഏറെയുണ്ട് ഇതിൽ. പാത്രം മാറിപ്പോയി ഗൈസ്. ഇത് ചേച്ചിക്ക് വേണ്ടി ഞാൻ വെച്ചത്. അത് എൻ്റേതായിരുന്നു. ഓക്കേ, അതൊരു രാവിലെ ഒരു ചട്നി ഉണ്ടാക്കിയതാണ്. കറി, ജസ്റ്റ് ഒരു കറി ഉണ്ടാക്കിയത്. ഇതിലൂടെ എന്തെങ്കിലും കറിക്ക് എനിക്ക് ഇനി എത്ര കഴിക്കാൻ താല്പര്യമില്ല. കാരണം ഞാൻ പകുതി അയച്ചിട്ട് ബാക്കി അടച്ചു വെക്കാനാണ് സാധ്യത. ഇപ്പം എനിക്ക് കഴിക്കാനുള്ള വിശക്കുണ്ട്. മതി. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. ചേച്ചി കഴിക്കൂ. ഇതിനൊരു
പക്ഷെ നമ്മൾ ദൈവത്തെ ഓർമ്മിച്ചുകൊണ്ട് കഴിക്കുന്ന സ്പൂണാണ് കൂട്ടുകാരെ. സത്യം പറയാമല്ലോ, ഈ ചട്നി പൊളിയാണ്, ഒരു രക്ഷയില്ല. ഓക്കെ, ഞാനും കഴിക്കാൻ പോവാണേ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കത് ഈ നമ്മൾ പ്രത്യേകിച്ച് ഈ പാക്ക് ചെയ്ത് കുറേ സമയം കഴിഞ്ഞ് വെച്ചിരിക്കുമ്പോഴത്തേനും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും അല്ലേ? ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല, നമ്മൾ വാഴയുടെ അത്ര ഒക്കത്തില്ല എന്നിരുന്നാൽ പോലും. ഓ, വാഴയിലായിരുന്നെങ്കിൽ മാഗി വാഴയിലല്ല, എനിക്ക് അറിയുന്നില്ല എങ്ങനെയായിരിക്കും. എന്നാലും നമ്മൾ ഇന്ന് ഞാൻ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. സനി ഇതുവരെയും കഴിച്ചു കഴിഞ്ഞില്ല. പാത്രം മാറിപ്പോയി. ഒന്നുകൂടെ പറയാതെ നിവൃത്തിയില്ല. ചട്നി പൊളി, അടി പൊളി, ഹറോഷോ. മാഗി അതിനേക്കാളും അടിപൊളി. പക്ഷേ ഇതിൻ്റെ അതിലേക്ക് മുളകുണ്ടല്ലോ, ചെറിയൊരു കയ്പുണ്ടല്ലേ? പക്ഷെ ചട്നിക്കകത്തിട്ട് മുളകിൻ്റെ കയ്പില്ല. പാത്രം ഇവിടെ വേസ്റ്റ് വെക്കണം, എന്നിട്ട് കാണിച്ചു തരാം. എടുത്തുകൊണ്ട് പോയിക്കോളൂ. വാഷ് ബേസിനുണ്ട്. വെടിപ്പായ